എന്ത് പറ്റി? കൊറേ കാലമായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. കാര്യമുള്ളപ്പോ വന്നാ മതിയല്ല. എന്താ ഇപ്പൊ കാര്യം? എന്നും ഇങ്ങനെ അടിയും പിടിയും കുത്തും ഒത്തൂർപ്പായിട്ട് ഈ ചേരിയിൽ ഇങ്ങനെ കൂലിപ്പയെടുത്ത് നടന്നാ മതിയാ? അത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അല്ല, നിനക്കൊന്ന് കെട്ടിക്കൂടെ? ഒന്നേ കെട്ടും. അത് നല്ല തൊട്ട് മേടിച്ച് എന്നെ കെട്ടും. നല്ല സെറ്റപ്പ് ഉണ്ടാവുമ്പോ മതിയടേ. എങ്കിലൊരു സെറ്റപ്പ് ഉണ്ട്. ഒന്ന് പോടെ. കാണുമ്പോ കുറെ പുളു അടിച്ച് എന്നെ ഒരുമാതിരി ആക്കിയിട്ട് നീ അങ്ങ് പോകും. അതൊക്കെ വിട്. ഇതൊരു ഉഗ്രം കേസാ. നിനക്ക് മാത്രമേ പറ്റൂ. അത്ര ഡീസന്റ് പാർട്ടിയാണ്. നീ എത്രയാ പ്രതീക്ഷിക്കുന്നത്? ഒരു 20-25,000 രൂപ. 25,000 രൂപ? കുറച്ചു കൂടി പോയി. നമുക്ക് സംസാരിച്ചുറപ്പിക്കാം. എടാ, നിനക്ക് ഞാൻ 2.5 കോടി രൂപ സ്വത്തുള്ള ഒരു കോടീശ്വരിയെ കെട്ടിച്ച് തരും. ഒരുമാതിരി ഒരു ചായ. എടാ, ഞാൻ കളി പറഞ്ഞതല്ല. എനിക്ക് വേണ്ട. വേണ്ടേ? വേണ്ട. നിനക്ക് ജീവിതകാലം മുഴുവൻ കരക്കാരുടെ മത്തങ്ങ ചേന ചേമ്പ് ചുമക്കാനുള്ള വിധി. ഇനിയിപ്പൊ ഞാൻ ആരെ തപ്പിയെടുക്കും ഈശ്വരാ? നീ സത്യം പറഞ്ഞാണോ? അതെ, എനിക്കും നിനക്കും കുറച്ച് ചിക്കിളി തരണ കേസാ. എഗ്രിമെന്റ് 50-50. പക്ഷേ ചെറിയ തരികിട കളിക്കണം. തരികിട എന്തായാലും ഈ കേസിൽ ഉണ്ടാവുമെന്നറിയാം. എന്താ തരികിട? അതൊക്കെ പറയാം മോനെ. കണ്ടപ്പാ, ഇവിടെ വാ, ഇവിടെ വാ. നീ ആരോട് ചോദിച്ചിട്ടാടേ ലോറി കയറിയത്? അതിപ്പോ ലോഡ് വന്നപ്പോ ഞാൻ ആര് ലോഡ് ഇറക്കണം, ആര് ലോറി കയറണമെന്ന് ഞാൻ തീരുമാനിക്കും. മേലാ വണ്ടി വരുമ്പോ ചാടി കയറിയ അടിച്ചിന്റെ കവാല കുട്ടി ഞാൻ പൊട്ടിക്കും. പോടാ. കണ്ടപ്പാ, ഇവിടെ വാ. പകുതി ലോഡ് നീ ഇറക്കിക്കും. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല മകളി. പോ പോ പോ. മച്ചാനെ, മച്ചാനെ, എനിക്ക് മാട്ടുപ്പെട്ടി ജംഗ്ഷനിൽ ഒരു കട തുറന്നു തരാൻ പറ്റുമോ? കട? ഒരുപാട് ചാക്ക് സാധനങ്ങൾ അടുക്കി വെക്കാൻ പറ്റിയ കട. എന്നിട്ട് എനിക്ക് വരുന്ന ലോഡ് മുഴുവൻ ആ കണ്ണപ്പനെ കൊണ്ട് ചോപ്പിക്കണം. ഏത് കണ്ണപ്പൻ? ചെറ്റക്കണ്ണപ്പൻ. ചേറ്റക്കണ്ണപ്പൻ? എന്റെ ആത്മാർത്ഥ ശത്രു. നിനക്ക് ഒരു കടയല്ല 9 കട ഞാൻ തരും. ഞാൻ പറഞ്ഞ മറ്റേ കാര്യം എന്തായി? അതൊക്കെ ഓക്കെ. ഞാൻ ഗൾഫിൽ കിടന്ന് പൊരി വെയിലത്ത് കഷ്ടപ്പെടുന്നാക്കിയ കാശ് കൊണ്ട് കുറെ ഏജൻസി എടുത്താ നിങ്ങൾക്ക് ഇവിടെ പണി വന്നത്. ഉത്തരവാദിത്രം നോക്കിയെടുത്താൻ പറ്റില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ പൂട്ടിക്കിട്ടി എന്നെ പാട്ടിന് പോവും. പിന്നെ ഞം കഴിക്കാനേ നീയൊക്കെ വേറെ പണി അന്വേഷിക്കേണ്ടി വരും. പരമതണ്ടി, ദരിദ്രവാസി, ചെറ്റ, നാറി, കള്ളുകുടിയൻ, തല്ലുകൊള്ളി, താൻ തോന്നി. എന്താ ഇത്? അങ്ങനെ ഒരു ചെക്കനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു. എങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു അടി കിട്ടാൻ നോക്കണ്ടായിരുന്നോ? അത് ശീലമായി പോയി. എന്റെ 50,000 അതൊക്കെ തരാം. പക്ഷെ അതിനു മുമ്പ് എന്റെ എല്ലാ പ്ലാനിങ്ങുകളും താൻ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ആദ്യം അവരുടെ കല്യാണം, അത് കഴിഞ്ഞ് വധൂവരന്മാർ ആദ്യ രാത്രിയുടെ ലഹരിയിലേക്ക് മുഴുകുമ്പോ. ഓ മതി, നിർത്ത്. എന്തുപറ്റി? എനിക്ക് നാണാവുന്നു. അയ്യേ, അതിന് ഞാൻ അവരുടെ കിടപ്പറയിലേക്ക് അല്ല കടന്നു ചെല്ലുന്നത്. അല്ലേ? അല്ല, ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. പറ. പിന്നീട് ആ പ്രഭാര പ്രഭുവിന്റെ അടുത്തേക്ക് ഞാൻ ചെല്ലും. എന്നിട്ട് ഞാൻ ഉറക്കെ വിളിച്ചു പറയും, തന്റെ മകൾ കെട്ടിരിക്കുന്ന ഒരു തെണ്ടിയാണെന്ന്. ഇത് പുറത്തു പറഞ്ഞ തല്ലുകൊള്ളില്ലേ? കൊള്ളും. പോലീസ് പിടിക്കില്ലേ? പിടിക്കും. ചിലപ്പോ 1-2 മാസം ജയിലിൽ കിടക്കേണ്ടതായിട്ടും വരും. അതിനൊക്കെ കൂടി ഈ 50,000 രൂപ നല്ല ചോള പോലെ തനിക്ക് അങ്ങോട്ട് തരുന്നത്. എങ്കിൽ തരണ്ട. കാശ് കിട്ടിട്ട് എന്താ കാര്യം? അനുഭവിക്കാൻ ആളില്ലെങ്കിൽ തീർന്നില്ലേ? ഇതുപോലൊരു ചതിക്ക് കൂട്ടുനിന്ന ആ തെണ്ടി പ്രഭു എന്നെ എടുത്തിട്ട് പൂശും. ബാക്കി ജീവൻ ആ മച്ചാനും എടുക്കും. കരയാതെ, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതിനു മുമ്പ് നിന്റെ ജീവൻ ഞാൻ എടുക്കും. ഇല്ല, നിങ്ങൾ പറഞ്ഞ ഒരാളെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അവനെ ഇട്ട് വിറ്റ് തരികേയില്ല. മനോര, നീ വിട്ടുതരില്ല? ഇല്ല ഇല്ല. ഇയാക്കെന്താ ചെവി കേട്ടൂടെ? ഇല്ല ഇല്ല ഇല്ല. നന്ദിയില്ലാത്ത ചേട്ട. எவ்வளவு நோக்கி இருக்கிற களி? டேய் தங்கப்பா, எப்படி இருக்கா இந்த ஸ்டைல்? சூப்பர். உழைப்பாளி படத்துல ரஜினிகாந்த் மாதிரி இருக்கு. உழைப்பாளி இல்ல, இறைப்பாளி. டேய் சின்னசாமி, ഒരു ഫിൽറ്റർ വെൽ. എന്താ മച്ചാനെ, ഇത് പണിക്കൊന്നും പോണില്ലേ? കൂലിപ്പണിയൊക്കെ അങ്ങ് നിർത്തി. അലവലായി. ഇവിടെ കാണും
ഒരുപാട് ചരക്കിറക്കാൻ പറ്റുന്ന കടകൾ വല്ലതും വിൽക്കാനുണ്ട്. എന്താ ഇരിക്കുന്നത്? എനിക്ക് വാങ്ങാനാ. എന്താ ലോട്ടറി വല്ലതും അടിച്ചോ? ആ, അടിച്ച പോലെ തന്നെ. ഒരു 50 ലക്ഷം രൂപ മുടക്കിയ ആ കട ഇങ്ങ് വാങ്ങാം. 50 ലക്ഷമോ? ഒരു 2.5 കോടി വരെ മുടക്കാൻ ഞാൻ തയ്യാറാ. ഇവനെന്തേ വട്ടായോ? മുനിയാണ്ടി, എന്റെ കടയിൽ ചരക്കിറക്കുന്ന പണി നിനക്കും നിന്റെ യൂണിയൻ തന്നിരിക്കുന്നു. എങ്ങനെയുണ്ട് ഈ സ്റ്റൈൽ? മാച്ച് ഉണ്ടോ? മാച്ചൊക്കെയാണ്. ഇതിട്ടോണ്ട് വേണം എനിക്ക് പെണ്ണ് കാണാൻ പോയാൻ. അതെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒന്ന് വന്നേ. അതെ, പ്രശ്നമെന്ന് പറഞ്ഞാ വേറൊരുത്തർ എന്നെ പറഞ്ഞു വെച്ചതാ. അയാളുടെ പ്രതികാരം തീർക്കാൻ വേണ്ടിയാ ഈ കല്യാണം നടത്തുമെന്ന് പറഞ്ഞത്. ചതിയാ. കെട്ടിക്കഴിഞ്ഞ അന്ന് തന്നെ നീ ഒരു തെണ്ടിയാണെന്ന് അയാൾ വിളിച്ചു പറയും. പിന്നെ തല്ലിന്റെ മേളൊരുക്കും എനിക്കും നിനക്കും കൊന്നുകളയും. എനിക്കിതറിയാവുന്നത് കൊണ്ടാ ഞാൻ ആ പരിപാടി ക്യാൻസൽ ചെയ്തത്. എനിക്ക് ആ കൊടിച്ചെരി കെട്ടിയേ പറ്റൂ. 2.5 കോടിയുടെ സ്വപ്നം ഞാൻ കണ്ടു കഴിഞ്ഞു. ഇത് നടന്നില്ലെങ്കിൽ പിന്നെ ആ കണ്ണപ്പന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ലടേ. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല. ആലോചിക്കേണ്ട രീതിയിൽ ആലോചിക്ക്. എന്തെങ്കിലും ഒരു വഴി കിട്ടും. വാ വാ, ഇവിടെ ഇരി. ദേ പാഷ, ഒരു റീത്ത്. റീത്ത എന്തിന്? എല്ലാം പറയാം. മനോഹര, ഇവിടെ ഇരി. ഈ റീത്ത് എനിക്ക് ഇഷ്ടമായി. ഈ റീത്തിന്റെ കൂടെ തൊട്ട് നോക്കാൻ ഒരു പൂച്ചണ്ട് കിട്ടുവാ. അതൊക്കെ പുറകെ വരും. ഇതങ്ങോട്ട് പിടി. ആ കുടി. എനിക്കൊരു ബുദ്ധി തെളിയുന്നുണ്ട്. ബുദ്ധിയാ? അത് കളാ. അത് ഈ തലയിൽ എങ്ങനെ വരാനാ? ബുദ്ധിയല്ല, കെണി. കെണി. കെനിയ? ആ കുശാകിന്റെ ബുദ്ധി. ഞാൻ ആദ്യം പറഞ്ഞ പെണ്ണിന് നീ കിട്ടുന്നില്ല. പിന്നെ പകരം ഇതേ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ കയറുന്നു. ആ വീട്ടിലെ കോടീശ്വരനായ മരമണ്ണ തന്തയെ വളക്കുന്നു. അയാളുടെ സുന്ദരിയായ ഒരു മകളെ മച്ചാൻ സ്നേഹിക്കുന്നു, അതിൽ വിജയിക്കുന്നു, പിന്നെ കെട്ടുന്നു. ഒരു 100 റെത്ത്. പക്ഷെ കെട്ട് കഴിഞ്ഞ ഒരു 5 ലക്ഷം രൂപ നീ കമ്മീഷനായി തരണം. നീ എന്താ ആലോചിക്കുന്നേ? എന്നാലും കുറെ കാലം കഴിയുമ്പോ ഞാനൊരു കൂലിയാണെന്ന് അറിഞ്ഞാലും മാക്സിമം അറിയാതിരിക്കാൻ നോക്കണം. പിന്നെ അറിയുമ്പോഴേക്ക് മൊത്തം അടിച്ചിരുത്തോണ്ട് മുങ്ങിയിരിക്കണം. വാ, അടുത്ത ബസ്സിൽ പുറപ്പെടാം. ബസ്സാ? ഈ നിമിഷം മുതൽ മറ്റാ കോടീശ്വരനാണ്. കോടീശ്വരൻ. കോട്ട് മസ്റ്റ്, ടൈ മസ്റ്റ്, സൂട്ട് മസ്റ്റ്, ഡ്രൈവർ മസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ മസ്റ്റാണ്. മസ്റ്റാണ്. എന്നാൽ ഉണ്ണികൃഷ്ണൻ മസ്റ്റ്. നല്ല മനസ്സോടെ ഡീസന്റ് ആയിട്ട് നടക്കുമ്പോ തല്ല് കിട്ടണ നാടേത്. എന്നോടൊന്നും പറയണ്ട. മച്ചാനെ, ഈ ചതിക്കെങ്ങാനും കൂട്ടു നിന്നെന്ന് പറഞ്ഞ അച്ഛൻ എന്നെ കൊന്നുകളയും. ചേരിയിലെ പെണ്ണുമായി നീ പ്രേമത്തിലാണെന്ന് നിന്റെ അച്ഛൻ അറിഞ്ഞാലോ? ആ പെണ്ണിനെ പ്രേമിച്ച് പറ്റിക്കാൻ വേണ്ടി അവളുടെ പുറകെ നടക്കുകയാണെന്ന് ആ റൗഡി രാജപ്പനോട് ഞാൻ പറഞ്ഞാലോ? ആ രാജപ്പനെയും തങ്കപ്പനെയും നിന്റെ അച്ഛന്റെ അടുത്തേക്ക് പറഞ്ഞു വിടട്ടാ. ഞാൻ പോയാലും വിളിക്കട്ടെ മച്ചാനെ. നീ ചെല്ലു മനോഹര. ഞാൻ ക്യാഷ് ആയിട്ട് വല്ല സഹായം ചെയ്താ പോരെ? അതും വേണം. പിന്നെ മറ്റു ചില ചെറിയ ചെറിയ സഹായങ്ങളും ചെയ്തു തന്നെ. ഒരു ചെറിയ കാറ്, ചെറിയ ചെറിയ ഡ്രസ്, ഒരു ചെറിയ ഡ്രൈവർ. ഡ്രൈവർക്ക് ഞാനവിടെ പോവും. പറയുമ്പോ മറ്റൊന്നും തോന്നരുത്. ഇപ്പൊ നിന്നേക്കാ പറ്റിയ ഒരു ഡ്രൈവറെ എനിക്ക് കിട്ടാൻ പ്രയാസമാണ്. ഞാനോ? അതെ, നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ കാശുകാരുടെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നിനക്ക് എനിക്ക് പറഞ്ഞുതരാൻ കഴിയും. വളരെ ഈസി ആയിട്ട് നിനക്ക് ചെന്താമരയെ കെട്ടാനുള്ള വിദ്യ ഞാൻ പഠിപ്പിച്ചു തരികയും ചെയ്യാം. അച്ഛനറിഞ്ഞാലോ? എടാ മണ്ടൂസേ, നീ കെട്ടി ഒരു കൊച്ചു ഉണ്ടായ ശേഷം നിന്റെ അച്ഛൻ അറിയും. അതിനുള്ള വഴിയൊക്കെ മച്ചാന്റെ കയ്യിലുണ്ട്. അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് മച്ചാൻ. എന്നാ പിന്നെ ഞാൻ വരാം. വേറെ മാർഗം ഇല്ലാത്തോണ്ടാണ് ഞാൻ. എന്നാ നമുക്ക് പുറപ്പെടാം. നിക്ക്, ഈ വേഷം ഇട്ടോണ്ടാ നീ ആ വീട്ടിൽ പോണത്? എങ്ങനെയുണ്ട്? നല്ല തറപ്പാണ്ടി ലുക്ക്. പോരാത്തതിന് അവന്റെ ഒരു വീരപ്പ മീശയും ഒരു വീതുളി കൃതാവും. ഇതൊന്നും ശരിയല്ലല്ലേ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്റെ ഈ മൊത്തം സെറ്റപ്പ് ഒന്ന് മാറ്റണം. എന്നിട്ടൊരു ചെത്ത് സ്റ്റൈലാക്കി തരാം ഞാൻ.